കുട്ടനേട്ടാ, ഈ കുട്ടി എങ്ങനെയുണ്ട്? കാണാൻ നല്ല നാടൻ ലുക്കുണ്ട്, ഒരു ശാന്തപ്രകൃതമാണെന്ന് തോന്നുന്നു. ആ, ഇത് അഞ്ജലി. അവളിപ്പോ ബിടെക് കഴിഞ്ഞ് MBA കഴിഞ്ഞ് നല്ലൊരു കമ്പനിയിൽ പ്ലേസ്മെന്റ് ആയിട്ടിരിക്കുക. നല്ല കുടുംബം. ഞാൻ അവരോട് സംസാരിച്ചു, നിന്റെ കുടുംബം അവർക്ക് ഓക്കെയാണ്. അപ്പൊ സെറ്റ്. എന്നാ പിന്നെ ഇതങ്ങ് ഉറപ്പിച്ചൂടെ? പക്ഷേ നിന്റെ ആ മാസം കിട്ടുന്ന ആ ഒരു പോക്കറ്റ് മണി ഉണ്ടല്ലോ, അത് അവർക്ക് തൃപ്തി പോരാ. പോക്കറ്റ് മണിയാ? ചേട്ടാ, എനിക്ക് മാസം 30,000 രൂപ ശമ്പളമുണ്ട്. ഇന്നത്തെ കാലത്ത് അത്യാവശ്യം 28 വയസ്സുള്ള ഒരാൾക്ക് ജീവിക്കാൻ എടാ അഖിലേഷേ, ഈ 30,000 രൂപ കിട്ടുന്നവൻ ഇക്കാലത്ത് ആര് തിരിഞ്ഞു നോക്കാനാ? ആ പെണ്ണിന്റെ അച്ഛൻ എന്നോട് ചോദിക്കുക, ഇതവന്റെ മാസ ശമ്പളമാണോ അതോ അവൻ ഒരു മാസം ചായ കുടിച്ചതിന്റെ പൈസയാണോ? നാണക്കേട് മാറ്റാൻ വേണ്ടി ഞാൻ അപ്പൊ തന്നെ വിഷയം മാറ്റി. ആ തന്തയ്ക്ക് എന്ത് അഹങ്കാരമാണ്. ആ കോഴിക്കോടുള്ള നഴ്സ് കുട്ടി എന്തായി? ആ, നമ്മുടെ നേഴ്സ് കുട്ടി. ആ, അവൾ അടുത്ത മാസം ജർമ്മനിക്ക് പോകും. അവളുടെ വിസ ചെലവിന് മാത്രം മാസം 1,00,000 രൂപ ശമ്പളമുള്ള ഒരുത്തനെയാണ് അവർ നോക്കുന്നത്. നിന്റെ ശമ്പളം അവൾക്ക് ഒരാഴ്ചത്തെ വണ്ടിക്കൂലിക്ക് പോലും തികയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെന്ത് അന്യായമാണ് കുട്ടൻ ചേട്ടാ. ഒരു പുരുഷന്റെ ഹൃദയത്തിന്റെ മാറ്റിളക്കണത് അവന്റെ സാലറിയാണാ. കുട്ടൻ ചേട്ടാ, എനിക്ക് നല്ല സ്വഭാവമുണ്ട്. കള്ളുകൂടിയില്ല, സിഗരറ്റ് വലിയില്ല, എന്തിന് കഞ്ചാവടി പോലും ഇല്ല. എടാ അഖിലേഷൻ, നീ ഏത് ലോകത്താ ജീവിക്കുന്നത്? നാട്ടിൽ നിന്റെ അമ്മ എന്തിയടാ? അമ്മ അമ്പലത്തിൽ പോയി. അമ്മ അമ്പലത്തിൽ പോയോ? എടാ അഖിലേഷ്, എടാ ഈ നാട്ടിൽ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥ നിനക്കറിയാമോ? ഇവിടെ പെണ്ണ് കിട്ടാത്തതുകൊണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആണുങ്ങൾ അലിഞ്ഞിരിഞ്ഞ് നടക്കുക. എടാ, ഒന്നുകിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വേണം, അല്ലെങ്കിൽ സർക്കാർ ജോലി വേണം, അതോ അല്ലെങ്കിൽ വിദേശത്തായിരിക്കണം. എനിക്ക് തോന്നണ ഈ ജന്മത്തിലൊന്നും നിനക്കിനി പെണ്ണ് കിട്ടാൻ പോണില്ലാന്ന്. ഒടുവിൽ തിരഞ്ഞ നിന്റെ കണ്ണുകൾ നിധിയേ, ആ നോട്ടമെന്റെ ചങ്കിനുള്ളിലാ ഇവിടെ. കുട്ടനേട്ടാ, ഇതാരെ കുട്ടി? ഏത്? ആ, ഇത് ഗായത്രി. അവള് ബിടെക് കഴിഞ്ഞു. ഇപ്പൊ വലിയൊരു കമ്പനിയില് ഇങ്ങനെ പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടിട്ട്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഇതാണ് അഖിലേഷിന്റെ പെണ്ണ്. ഇതാണ് അഖിലേഷ് കാത്തിരുന്ന അഖിലേഷിന്റെ പെണ്ണ്. കുട്ടച്ചേട്ടൻ ദേവി, ഇതൊന്നും നടത്തി തരുമോ? ഓക്കെ. പക്ഷെ അവരെ വലിയ ശമ്പളമുള്ള ചെറുപ്പക്കാരെ അവര് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ബാങ്കിലായിരിക്കണം, അല്ലെങ്കിൽ IT ആയിരിക്കണം. അപ്പൊ അതിനൊന്നും അവരൊട്ടും വിട്ടുവീഴ്ച ചെയ്യില്ലടാ. കുട്ടനേട്ടാ, എന്റെ 30,000 ശമ്പളമല്ലേ ഇവിടുത്തെ പ്രശ്നം? അതായത് വർഷം 3,60,000 രൂപ. അതെ, നമുക്കത് കുറച്ചൊന്ന് കൂട്ടി പറഞ്ഞാലോ? അത് വേണോ? അത് വേണം. റിസ്ക് എടുത്തല്ലേ കാര്യം നടക്കത്തുള്ളൂ. ഗായത്രി കണ്ടിഷ്ടപ്പെട്ട ഈ അഖിലേഷ് ഒരു അന്താരാഷ്ട്ര കമ്പനിയിലെ സീനിയർ ക്ലൗഡ് സൊല്യൂഷൻ ആർക്കിടെക്ട് ലീഡ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞേക്ക്. ഇത് പഠിച്ചു വരുന്നതും എൻ്റെ വായ്ക്കരി ഇടുന്നതും ഒരേ ദിവസമായിരിക്കും. IT കമ്പനിയിൽ ഒരു കെടിലാണെന്നങ്ങ് പറഞ്ഞേക്ക്. ഓക്കെ. എടാ, നമ്മൾ പറയുമ്പോൾ ഇപ്പം എത്ര സാലറി പറയണം? അത് ചേട്ടാ, അവർക്ക് എത്രയാണ് ആവശ്യം അതുപോലെ കൂട്ടി പറഞ്ഞേക്ക്. ഓക്കെ ഓക്കെ. ഒരു മയത്തില്. എടാ, ഈ പെണ്ണില്ലാത്ത പെരുങ്കാലത്ത് ഈ കൊലനോണോ പറഞ്ഞാൽ അത് അവരെങ്ങനെ കണ്ടുപിടിച്ചാലോ? കുട്ടനേട്ടാ, കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാല് ആഗോള സാമ്പത്തിക മാന്ദ്യം കാരണം, അതായത് റിസഷൻ കാരണം എൻ്റെ ഉയർന്ന ശമ്പളമുള്ള ജോലി പോയെന്നും മനസമാധാനത്തിന് വേണ്ടി ഒരു ചെറിയൊരു ശമ്പളമുള്ള ജോലിക്ക് കയറിയെന്ന് അങ്ങ് പറഞ്ഞോളാം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരതൊക്കെ അങ്ങ് പുറത്തോളും. കുട്ടനേട്ടാ പ്ലീസ്, എനിക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് നടന്നു തരണം പ്ലീസ്. എനിക്ക് വേറെ ആരും ഇല്ല, അതാണ്. ഇരട്ടി കമ്മീഷൻ തരാം. ഇരട്ടി കമ്മീഷൻ തരും? അതായത് കല്യാണത്തിന് കയറുമ്പോഴേക്കും നല്ല പുട്ടും പുത്തൻ പട്ടും മുണ്ടും സ്വർണ്ണമോതിരവും ഞാൻ തരും. അവളുടെ അച്ഛനോട് ഈ കാര്യം പറയുമ്പോൾ ഈ നമ്പർ ഒന്ന് കൂട്ടി പറഞ്ഞേക്കോ? അതൊക്കെ, അത് ഞാൻ പറയാം. അതായത് ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് നിന്റെ ശമ്പളം ക്രിപ്റ്റോ കറൻസിലാണ് വരുന്നതെന്ന് പറയാം. എങ്ങനെയുണ്ട്? എന്റെ പൊന്നി, നിനക്ക് അങ്ങനെയെങ്കിലും ഒരു പെണ്ണ് കിട്ടട്ടാ മോനെ. നിങ്ങളൊരു ജീനിയസ് ആയിരുന്നല്ലേ അപ്പോ? എടാ, ഞാനേ ഇപ്പം തന്നെ അവളുടെ അച്ഛനെ വിളിക്കാം. പിന്നെ വേറൊരു കാര്യം,
കല്യാണത്തിന് മുമ്പെങ്ങാനും ഈ സത്യം പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ അറിയില്ല, നിനക്ക് എന്നെ അറിയില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാ ഞാൻ വിളിച്ചോ. ഫോട്ടോയ്ക്കാൽ സുന്ദരിയാണല്ലോ നേരിട്ട്. ഒന്ന് തുടങ്ങിക്കുക അഖിലേഷ്. പക്ഷെ എന്ത് പറഞ്ഞു തുടങ്ങും? ഹലോ എന്ന് പറയണോ അതോ നമസ്കാരം എന്ന് പറയണോ? ഹലോ അഖിലേഷ്. ആക്ച്വലി ഇത് സംസാരിക്കാൻ ബെസ്റ്റ് പ്ലേസാ. അതെ അതെ, ഭയങ്കര പീസ്ഫുള്ളായ ബാൽക്കണി. കാറ്റൊക്കെ കൃത്യ അളവിന് വീശുന്നുണ്ട്. അഖിലേഷ് IT ആണല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് കോമൺ ബാക്ക്ഗ്രൗണ്ടാ. അതെ അതെ, IT ഒരു അമേരിക്കൻ കമ്പനിയിലാണ്. ഈ ക്ലൗഡ് സൊല്യൂഷൻസ് ഒക്കെ മാനേജ് ചെയ്യണത് ഞാനാണ്. ഭയങ്കര ഉത്തരവാദിത്തമുള്ള ജോലിയാ. ഗ്രേറ്റ്. എനിക്ക് അഖിലേഷിന്റെ പ്രൊഫൈല് വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു പാക്കേജ് അച്ചീവ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല. മാസം 1 ലക്ഷം രൂപ, അതായത് വർഷം 12 ലക്ഷം രൂപയാണെന്ന് ബ്രോക്കർ പറഞ്ഞപ്പോ തന്നെ അച്ഛന് ഭയങ്കര ഇഷ്ടമായി. 12 ലക്ഷം? അതെന്താ അഖിലേഷ്, അത്രയില്ലേ? അതോ അതിലും കൂടുതലുണ്ടോ? അല്ല, അതായത് പ്രോപ്പർ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോ 12 lakhs 1500 രൂപയാണ് പീഫും കൂടെ ചേർത്ത്. അതാ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. കുട്ടൻ ചേട്ടാ, ഞാനൊരു മയത്തിൽ കൂട്ടി പറയാനാ പറഞ്ഞത്. 3 ലക്ഷം എവിടെ കിടക്കുന്നു, 12 ലക്ഷം എവിടെ കിടക്കുന്നു? എന്തു പറ്റി അഖിലേഷ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. 12 ലക്ഷമൊക്കെ ഒരു IT പ്രൊഫഷണൽ വെറും ചില്ലറയല്ല ഗായത്രി. Yeah, that's true. 30,000 വാങ്ങുന്ന എനിക്ക് 12 ലക്ഷത്തിന്റെ ടാക്സിന്റെ കണക്ക് പോലും അറിയില്ലല്ലോ ഈശ്വര. ഇക്കാലത്ത് ഇത്ര വലിയ പാക്കേജ് ഉള്ള ചെക്കന്മാർക്കൊക്കെ നല്ല അഹങ്കാരമായിരിക്കും. പക്ഷേ അഖിലേഷിനെ കണ്ടിട്ട് വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ് ഗായത്രി. പണം വരും പോകും, പക്ഷെ ക്യാരക്ടർ അത് പെർമനന്റ് ആണ്. എനിക്ക് അഖിലേഷിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ. എനിക്ക് ഈ പണത്തിനേക്കാളും ജോലിയേക്കാളും ഒക്കെ ഇമ്പോർട്ടന്റ് വേറെ ഒന്നാണ്. എന്താണ് ഗായത്രി? ജെനുവിനിറ്റി. എനിക്ക് പാർട്ട്ണറായിട്ട് വരുന്ന ആള് തികച്ചും റിയൽ ആയിരിക്കണം. ഉള്ളതുപോലെ പറയുന്ന റിയലി ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളെ എനിക്ക് വേണ്ടത്. ഈ കള്ളം പറയുന്നവരെ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. തീർച്ചയായും, സത്യസന്ധത അതല്ലേ എല്ലാം. ഞാനും ടൈപ്പാണ്. കള്ളം എനിക്ക് അലർജിയാണ്. അയ്യോ, ഇപ്പൊ സത്യം പറഞ്ഞ ഇവൾ എന്നെ ഈ ബാൽക്കണിയിൽ നിന്ന് താഴെ തള്ളിയിടും. കല്യാണം കഴിയട്ടെ, എന്നിട്ട് സാമ്പത്തിക മാന്ദ്യത്തിന്റെ കഥ ഇറക്കാം. എന്താ അഖിലേഷ് ആലോചിക്കുന്നത്? അല്ല, ഞാൻ മനസ്സിൽ കണ്ടതുപോലത്തെ കുട്ടിയാണ് ഗായത്രി എന്ന് ആലോചിക്കായിരുന്നു. ബൈ ദ വേ, യു ആർ ഓൾസോ ഇൻ IT, റൈറ്റ്? അതെ, ഞാനും ഒരു IT ഫേമിലാണ്. ഇപ്പൊ മാസം 40,000 രൂപ ശമ്പളം ഉള്ളൂ. അഖിലേഷിന്റെ അത്ര ഇല്ലെങ്കിലും ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ ദൈവമേ, ഇവക്ക് 40,000 ശമ്പളം, എനിക്ക് 30,000 രൂപ. എന്നേക്കാളും കൂടുതൽ ശമ്പളം വാങ്ങുന്ന പെണ്ണിന്റെ മുന്നിലാണ് ഞാൻ ഈ 12 ലക്ഷത്തിന്റെ തള്ളു തള്ളുന്നത്. ഓ 40K, നല്ല ശമ്പളമാണ് ഗായത്രി. തുടക്കത്തിൽ ഇതൊക്കെ വലിയ കാര്യമാണ്. അഖിലേഷ്, അതുകൊണ്ട് എനിക്കൊരു സൂപ്പർ പ്ലാൻ ഉണ്ട്. എന്താ പ്ലാൻ? അതായത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മാസത്തെ വീട്ടു ചെലവുകള്, വണ്ടിയുടെ ലോൺ, ഔട്ടിംഗ്, ഷോപ്പിംഗ് ഒക്കെ അഖിലേഷിന്റെ 1 ലക്ഷം രൂപയെന്ന് നമുക്ക് എടുക്കാം. അത് ഫുള്ള് നമുക്കങ്ങ് ചെലവാക്കാം. എന്നിട്ട് നമ്മുടെ ഈ 40,000 രൂപയുണ്ടല്ലോ, അത് നമുക്ക് തൊടുകയേ വേണ്ട. അത് ഫുൾ സേവിങ് ആക്കി ബാങ്കിലിടാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്റെ 1 ലക്ഷം രൂപ ഫുൾ ചെലവാക്കാനോ? എന്റെ ഗായത്രി, എനിക്ക് ആകെ കിട്ടുന്ന 30,000 രൂപയിൽ നിന്ന് ഞാൻ എവിടുന്ന് 1 ലക്ഷം രൂപ ചെലവാക്കാനാ? എന്താ അഖിലേഷ്, 1 ലക്ഷം രൂപ തികയില്ലേ ഒരു മാസത്തെ ചെലവിന്? വേണമെങ്കിൽ നമുക്ക് ചുരുക്കാട്ടോ. തികയാതിരിക്കാൻ എന്ത്? ഞാൻ പൊതുവെ മന്ത്ലി ഇതിലും കൂടുതൽ ചെലവാക്കാറുണ്ട്. ഞാൻ അതല്ലേ ആലോചിച്ചത്. എന്ത് ക്ലാരിറ്റിയോടെയാണ് ഗായത്രി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഉറപ്പിച്ച്, അപ്പൊ എന്റെ 1 ലക്ഷം രൂപ ഫുൾ ചെലവാക്കാം. ഗായത്രിയുടെ 40K നമുക്ക് ഫുൾ സേവിങ്സ് ആക്കാം. 1 മാസത്തെ ചെലവ് കഴിയുമ്പോ തന്നെ ഞാൻ ജയിലിലാവൂല്ലോ ഈശ്വര. എന്താ അഖിലേഷ്, വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ? ഇവിടെ നല്ല കാറ്റുണ്ടല്ലോ. കാറ്റൊക്കെ കൃത്യമാണ്. ഗായത്രിയുടെ ഓണസ്റ്റി ടോക്കും പിന്നെ ഈ ബജറ്റ് പ്ലാനിങ്ങും കേട്ടപ്പോ തന്നെ ഞാൻ റിയലി ഇംപ്രസ്ഡ് ആയി. അഖിലേഷ് ഭയങ്കര ചില്ലാണ്. ഓൾസോ വളരെ സപ്പോർട്ടീവ്. സംസാരിക്കാനും നല്ല രസമുണ്ട്. എനിക്ക് ഈ ആലോചന ഫുൾ ഓക്കെയാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ അച്ഛനോട് ഞാൻ ഇപ്പൊ തന്നെ ഓക്കെ ആണെന്ന് പറയാം. സോ വെൽക്കം ടു മൈ ലൈഫ് മിസ്റ്റർ സീനിയർ ക്ലൗഡ് സൊല്യൂഷൻ ആർക്കിടെക്ട്.
മരിക്കുമ്പോൾ മരിച്ചോട്ടെ മരിക്കുന്നതിനു മുൻപ് മലരെ നിന്നധരത്തിൻ മധുരം ഞാൻ നുകർന്നേരും. വണ്ട് ഞാൻ ചെണ്ട് നീ മണിവണ്ട് ഞാൻ മലർ ചെണ്ട് നീ. ഞാൻ മരിക്കുമ്പോൾ മരിച്ചോട്ടെ മരിക്കുന്നതിനു മുൻപ് മലരെ നിന്നധരത്തിൻ മധുരം ഞാൻ നുകർന്നേരും. ഇതെന്തോന്നടേ ഇതൊക്കെ? ഇത് ഏത് ബില്ല്? ഇത് ആരുടെയൊക്കെയാണ് ഇതൊക്കെ? അഖിലേഷേ, നമ്മുടെ ഹോം തിയേറ്ററിന്റെ ഇൻസ്റ്റാൾമെന്റ് ഡേറ്റ് കഴിയാറായിട്ടോ. പിന്നെ ആമസോണിൽ നിന്നേ ഒരു 1.5 ലക്ഷം രൂപയുടെ സോഫ സെറ്റ് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടേ. നാളെ അതങ്ങ് ഓർഡർ ചെയ്യണം. ഒട്ടും വൈകിക്കണ്ട, ഓഫർ തീരും. സോഫയോ? ഗായത്രി, ആ സോഫയ്ക്ക് എന്താണ് ഒരു കുഴപ്പം? അതിലിരുന്നാൽ തന്നെ ആകാശം കാണാം. അത്ര നല്ല ഉയരമുണ്ട്. അതല്ല അഖിലേഷ്, ലിവിംഗ് റൂമിന്റെ ലുക്ക് മാറണ്ടേ? എന്തായാലും നിന്റെ 1 ലക്ഷം രൂപ വെറുതെ ബാങ്കിൽ കിടക്കുമല്ലേ, അത് നമുക്കങ്ങ് ഈ മാസം ചെലവാക്കാം. എന്റെ 40,000 രൂപ കൃത്യമായി സേവിങ്സിൽ ഇട്ടിട്ടുണ്ട്. നിന്റെ 1 ലക്ഷം രൂപ ഇപ്പൊ ആവിയായി പോവും ഗായത്രി. എന്റെ 30,000 രൂപയും കൂട്ടുകാരുടെ കടവും തീർന്ന് ഞാനിപ്പോ വീട് ലോൺ എടുക്കേണ്ട അവസ്ഥയിലാണ്. ഗായത്രി, അത് പിന്നെ പണം എപ്പോഴും നമുക്കിങ്ങനെ ദൂർത്തടിക്കാൻ പാടുണ്ടോ? നമുക്ക് എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് പ്രതിസന്ധി? നീ ഒരു ഇന്റർനാഷണൽ കമ്പനിയിലെ സീനിയർ ക്ലൗഡ് സൊല്യൂഷൻ ആർക്കിടെക്ട് ലീഡ് എക്സിക്യൂട്ടീവ് അല്ലേ? നിന്നെ പോലുള്ള ഒരു അസറ്റിനെ അവര് കളയോ? ഗായത്രി, ഞാൻ നിന്നോടൊരു കാര്യം പറയാതിരിക്കായിരുന്നു. ആഗോള സാമ്പത്തിക രംഗം അത്ര സുരക്ഷിതമല്ല. വലിയൊരു റിസഷൻ വരുന്നുണ്ട്. യുദ്ധം, വിലക്കയറ്റം, IT മേഖലയിലെ തകർച്ച. ഒരുപക്ഷെ എന്റെ ജോലിയെ തന്നെ അത് ബാധിച്ചേക്കാം. റിസഷനോ? നിന്റെ ജോലി പോവോ? പോയി. ഇന്നലെ വൈകുന്നേരം അവരെന്നെ മെയിൽ അയച്ച് പിരിച്ചുവിട്ടു. ഞാനത് എങ്ങനെ നിന്നോട് പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ആഗോള കമ്പനിയുടെ ഒരു ക്രൂരത നോക്കണേ. ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന ഞാൻ ഇന്നൊരു നിമിഷം കൊണ്ട് ഞാൻ പരിപാടിയിലായി. നീ വിഷമിക്കുന്നു വേണ്ട, ഞാൻ തളർന്നിട്ടൊന്നുമില്ല. നമ്മുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ഞാൻ തൊട്ടടുത്തുള്ള ചെറിയ തദ്ദേശ ഭരണ കമ്പനിയുടെ നാളെ മുതൽ ജോലിക്ക് കയറുന്നുണ്ട്. പക്ഷേ ശമ്പളം കുറവാണ്. മാസം 30,000 രൂപയുള്ളൂ. എനിക്കറിയാം ഗായത്രി, 1 ലക്ഷത്തിൽ നിന്ന് 30,000-ലേക്ക് എത്തുമ്പോൾ നിന്റെ ഒരു വിഷമം. പക്ഷെ നമ്മൾ തളരരുത്. ഇനി മുതൽ എൻ്റെ 30,000 രൂപയിൽ നമ്മൾ ഈ വീട്ടു ചെലവെല്ലാം നോക്കും. നിന്റെ ആ 40,000 ഉണ്ടല്ലോ, ആ സമ്പാദ്യം നമുക്കെടുക്കാം. അങ്ങനെ നമ്മൾ ഈ പ്രതിസന്ധി മറികടക്കും. എന്താ നിന്റെ അഭിപ്രായം? എന്തിനാ ഗായത്രി ഇങ്ങനെ ഒരു ദുരന്ത സമയത്ത് നീ ചിരിക്കുന്നത്? നിനക്ക് വട്ടായോ? എടാ അഖിലേഷേ, റിസഷൻ കാരണം നിന്റെ ജോലി പോയതാണോ അതോ നീ പണ്ടേ 30,000 രൂപ മാത്രം വാങ്ങുന്നോണ്ട് കള്ളം പറഞ്ഞാണോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഐ ആം എ ക്ലൗഡ് ആർക്കിടെക്റ്റാ? ഓ, അതായിരുന്നോ? അത് ആക്ച്വലി ഞാനൊരു ഇന്ത്യൻ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് കൊടുത്തതാണ്. അവർ കാല് പിടിച്ചപ്പോൾ അതിന്റെ സാലറി ഞാനൊന്നും അങ്ങ് എടുക്കാറില്ല. ഐ ഗീവ് ടു സം ചാരിറ്റി, സംതിങ് ലൈക്ക് ദാറ്റ്. ഗായത്രി, നിനക്കറിയത്തില്ലേ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്ന ഒരു യൂറോപ്യൻ കമ്പനിക്ക് വേണ്ടിയാണെന്ന്? പെണ്ണ് കാണാൻ വന്നപ്പോ അമേരിക്കൻ കമ്പനി എന്നല്ലേ പറഞ്ഞേ? അമേരിക്ക. അതെ, അമേരിക്ക. അത് ശരിക്കും സംഭവിച്ചത് ആക്ച്വലി ഈ വാറൊക്കെ വന്നപ്പോഴില്ലേ അമേരിക്ക അത് യൂറോപ്പിന് വിറ്റു. മോളെ ഗായത്രി, ആ ചെറുക്കൻ പാവാടാ. എന്നോട് കള്ളം പറയാൻ പറഞ്ഞത് അവനാ. ക്രിപ്റ്റോ കറൻസിയിൽ ഒരു മണ്ണാങ്കട്ടയില്ല. അവൻ ആകെ 30,000 ശമ്പളം ഉള്ളൂ. എനിക്ക് ഇരട്ടി കമ്മീഷനും പുട്ടും മുട്ടയും പുത്തൻ പട്ടുമുണ്ട് തരാന്ന് പറഞ്ഞു. അങ്ങനെ അറിവില്ലാതെ സമ്മതിച്ചതാ ഞാൻ, അവൻ പറഞ്ഞിട്ടേ. എന്റെ കുട്ടൻ ചേട്ടാ, ഞാൻ അഖിലേഷിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് കള്ളം പറയുന്നവരെ വെറുപ്പാണെന്ന്. എനിക്കാകെപ്പാടെ എന്റെ പാർട്ട്ണറിൽ നിന്ന് വേണ്ടത് 3 കാര്യങ്ങളേ ഉള്ളൂ: ജെനുവിനിറ്റി, റിയൽ ആൻഡ് ഓണസ്റ്റ്.
കൺഗ്രാറ്റ്സ് ഗായത്രി, യു ഹാവ് ക്ലിയർഡ് ഓൾ യുവർ അരിയേഴ്സ് ആൻഡ് യുവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഈസ് റെഡി ഫോർ കളക്ഷനാ. അരിയേഴ്സാ? അപ്പൊ നീ ബിടെക് ഇതുവരെ പാസ്സായിട്ടില്ലേ? എടി IT പ്രൊഫഷനിലെ 3 കൊല്ലം മുന്നേ കഴിഞ്ഞ ബിടെക് സപ്ലിമെന്റ് ആണോടി നീ 3 മാസം കൊണ്ട് വർക്ക് എന്ന് പറഞ്ഞ റൂമിൽ കയറി അടച്ച് കുത്തിയിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്? അത് പിന്നെ അഖിലേഷേ, അത് വന്നിട്ട് എന്റെ കമ്പനിയുടെ പേര് അരിയസ് ലിമിറ്റഡ് എന്നാ. അതിന്റെ പ്രൊജക്ട് ക്ലിയർ ചെയ്ത് വന്നതിന്റെ മെസ്സേജാ. നിർത്തടി നിന്റെ തള്ള്. ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് തരുന്ന ഏത് കമ്പനിയാണ് ഈ ലോകത്തുള്ളത്? അപ്പൊ നീ 3 മാസത്തോട്ട് രാവിലെ 9 മണിക്ക് ലാപ്ടോപ്പ് തുറന്ന് ഹെഡ്സെറ്റ് വെച്ച് റൂമിൽ കുത്തിയിരുന്ന് പ്രൊജക്ട് എന്ന് പറഞ്ഞ് ചെയ്തോണ്ടിരുന്നത് എന്തായിരുന്നു? അല്ല, അത് ട്യൂഷൻ ക്ലാസ്സിലെ സാറായിരുന്നു, ഡൗട്ട് ചോദിക്കായിരുന്നു. അപ്പൊ നിന്റെ ബിടെക്? അത് പാസ്സായി ജസ്റ്റ് നൗ. ഇപ്പൊ ഞാൻ ഒഫീഷ്യലി ബിടെക് കാരിയാണ്. അപ്പൊ മാസം 40,000 വാങ്ങുന്ന IT കമ്പനിയിലെ ജോലി? ജോലി അത് അച്ഛൻ പറഞ്ഞപ്പോ അങ്ങനെ കള്ളം പറഞ്ഞ. എനിക്ക് പാർട്ട്ണറായിട്ട് വരുന്ന ആള് തികച്ചും റിയൽ ആയിരിക്കണം. ഉള്ളതുപോലെ പറയുന്ന റിയലി ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളെ എനിക്ക് വേണ്ടത്. ഈ കള്ളം പറയുന്നവരെ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. ഇനി ഈ വീട്ടിൽ എന്റെ അനുവാദം ഇല്ലാണ്ട് ഒരു മൊട്ടുസൂ ജോലി മേടിച്ച ജോലി കേട്ടല്ലോ. അരിയസ് ലിമിറ്റഡിന്റെ MD. കള്ളം പറഞ്ഞ് 12 ലക്ഷത്തിന്റെ തള്ളു തള്ളിയെങ്കിലും മാസം 30,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒറിജിനൽ ശമ്പളക്കാരനാണ് ഞാൻ. എന്റെ ഈ ശമ്പളം കൊണ്ട് ഈ വീട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനി നോ മോർ ദൂർത്ത് കേട്ടല്ലോ. ആ കേട്ടു. എന്താന്നറിയില്ല, വല്ലാത്തൊരു ദാഹം. അയ്യോ, ഞാൻ ലൈം ജ്യൂസ് ഉദ്ദേശിച്ചത്. അത് പിന്നെ അച്ഛൻ പറഞ്ഞോണ്ടാ. മതി. ഇതിനെല്ലാം കാരണം ആ കുട്ടൻചേട്ടനാണ്. അങ്ങേരെ ഞാനൊന്ന് കാണുന്നുണ്ട്. അങ്ങേരെ പട്ടും മുണ്ടും പുട്ടും മുട്ടക്കറിയും എല്ലാം ഞാൻ മേടിച്ച് കൊടുക്കുന്നുണ്ട്. എടുത്ത് ലൗഡ് സ്പീക്കർ ഇട്. നിന്റെ കൂടെ സപ്ലൈ ചെയ്ത് വരുന്ന ഏതെങ്കിലും അരിയസ് കൂട്ടുകാരി ആയിരിക്കും. ഞാൻ വിളിച്ച് 2 വർത്താനം പറയട്ടെ. എടി ഗായത്രി, നീ അറിഞ്ഞില്ലേ? നിന്റെ ബിടെക് പാസ്സായി വരെ അറിഞ്ഞത് നമ്മുടെ PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമ്മുടെ അടുത്ത അലോട്ട്മെന്റ് വന്നു. നീ നേരത്തെ എഴുതിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഇല്ലേ, അത് ഓർമ്മയില്ലേ? ആ ഉണ്ട്. എന്തു പറ്റി? എടി, നിനക്കതില് സെലക്ഷൻ കിട്ടിയെന്ന്. ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ നിന്റെ പേരും ഉണ്ട്. തുടക്കത്തിൽ തന്നെ 45,000 രൂപയുടെ ശമ്പളം ഉണ്ട്. നാളെ രാവിലെ തന്നെ പിന്നെ അഡ്വൈസ് മെമ്മോ വരും. എടി, നീ ഇതൊന്നും അറിഞ്ഞില്ലേ? ഹലോ, ഞാൻ നിന്നെ ഇപ്പൊ വിളിക്കാവേ. അപ്പൊ മിസ്റ്റർ അഖിലേഷ്, എന്തായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത്? ആരാണ് ഈ വീട് ഭരിക്കാൻ പോകുന്നതെന്ന്? ആരിയസ് ലിമിറ്റഡിന്റെ MDയോ അതോ ഈ 30,000 രൂപ ശമ്പളക്കാരനോ? അത് പിന്നെ ഗായത്രി, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വീട്ടിൽ ജനാധിപത്യമായിരിക്കും നല്ലത്. ഒരു ഒത്തുതീർപ്പ് ഭരണം. ആണോ? അപ്പൊ ആ 30,000 രൂപയുടെ പ്ലാനോ? അത് നീ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് സേവിങ്സ് ആക്കാം. ആണോ? എന്താന്നറിയില്ല, എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു. അയ്യോ, ഞാൻ കോൺ ഐസ്ക്രീമാ ഉദ്ദേശിച്ചേ. ശരിക്കും നമ്മള് രണ്ടുപേരും വലിയ കള്ളന്മാര് തന്നെയാ. നീ 12 ലക്ഷത്തിന്റെ തള്ളു തള്ളി, ഞാൻ IT പ്രൊഫഷണലാണെന്നും പറഞ്ഞു. പക്ഷെ ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞപ്പോഴാ ശരിക്കും എനിക്ക് ശ്വാസം നേരെ വീണ. എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. കഴിഞ്ഞ 3 മാസമായിട്ട് ആ 1 ലക്ഷത്തിന്റെ കള്ളം നെഞ്ചിൽ ചോന്ന് ഞാൻ ചത്ത് ജീവിക്കായിരുന്നു. ദിവസവും കടം വാങ്ങിയും പണയം വെച്ചും ഉള്ളിൽ തീ തിന്നാണ് ജീവിച്ചത്. എനിക്കറിയാം, നല്ല ആലോചന വരുമെന്ന് വിചാരിച്ച IT ജോലിയുടെ കാര്യം ഞാൻ കള്ളം പറഞ്ഞേ. പക്ഷെ സപ്ലൈ എഴുതുന്നതിൻ്റെ ഇടയിലും ഞാൻ PSCക്ക് പഠിക്കുന്നുണ്ടായിരുന്നു. ഇന്നാണ് അതിന്റെ റിസൾട്ട് വന്നത്. അപ്പോ
നമ്മുടെ ഈ പുതിയ തുടക്കം. ഇനി ഇവിടെ 12 ലക്ഷത്തിന്റെ തള്ളില്ല, ദൂർത്തുമില്ല. നിന്റെ 30,000 രൂപയും എന്റെ 45,000 രൂപയും കൂടി 75,000 രൂപ. ഒരു സാധാരണ കുടുംബം സന്തോഷത്തോടെ ജീവിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം അഖിലേഷ്? സത്യം പറഞ്ഞ ഈ 3 മാസത്തിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് എനിക്ക് നെഞ്ച് ഫ്രീ ആയിട്ട് ശ്വാസം വിടാൻ പറ്റുന്നത്. അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു? പിന്നെ ഇല്ലാതിരിക്കൂ. നീ ആമസോണിൽ 1.5 ലക്ഷത്തിന്റെ സോഫ കാർട്ടിലിട്ടപ്പോഴേക്കും എന്റെ BP 180 കയറിയതാണ്. ഉള്ളിൽ 30,000 വെച്ചോണ്ട് പുറത്ത് സീനിയർ ക്ലൗഡ് ആർക്കിടെക്ട്. ജാട കാണിക്കാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയത്തുള്ളൂ. ഇനിയിപ്പോ ആമസോൺ കാർട്ടിലുള്ള സാധനങ്ങളൊക്കെ നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്യാല്ലേ? ഡിലീറ്റ് ഒക്കെ ചെയ്യാം, പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ 75,000 റുപ്പീസിന്റെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുമ്പോ എന്റെ ഒരു ഡിമാൻഡ് നീ അംഗീകരിക്കേണ്ടി വരും. എന്റെ ദൈവമേ, പിന്നെ ഡിമാൻഡാ? എന്താണത്? പേടിക്കണ്ട. ഇനി നമ്മൾ എന്ത് വാങ്ങുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും കള്ളം പറയാതെ ഉള്ളതുപോലെ പറഞ്ഞേക്കണം. പരസ്പരം ഒളിക്കാനും മറയ്ക്കാനും ഒന്നും പാടില്ല. ആകെ ഇത്രേ ഉള്ളൂ എന്റെ ഡിമാൻഡ്. അത് ഞാൻ തംസപ്പ് നിന്ന് സമ്മതിച്ചിരിക്കുന്നു മാഡം. ഇനി മുതൽ അഖിലേഷ് ഫുൾ ഒറിജിനൽ, പ്യുവർ ആൻഡ് ജെന്യുവിൻ. ഇതാരിത്? കുട്ടൻ ചേട്ടനാ? ഒന്നിച്ച് ജീവിക്കാനേ വലിയ പാക്കേജ് ഒന്നുമല്ല, വലിയൊരു മനസ്സാ വേണ്ടത്. അപ്പോ ഗായത്രിക്ക് അടുത്ത മാസം ആദ്യ ശമ്പളം കിട്ടുമ്പോ കുട്ടൻ ചേട്ടന് തരാമെന്ന് പറഞ്ഞ ആ പുത്തൻ പട്ടും മുണ്ടും സ്വർണ്ണമോതിരം മറക്കരുത് കേട്ടോ. മഗ മഗ മപഗരി രി സരി മഗ മഗ മപഗരി രി മഗ മഗ മപഗരി രി